നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിൽ നിന്ന് കാണാതായ മലയാളി യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. എഡിൻബറോയിൽ നിന്ന് അധികം അകലെയല്ലാത്ത ഗ്രാമമായ ന്യൂബ്രിഡ്ജിലെ ആൽമണ്ട് നദിയുടെ കൈവഴിയിൽ നിന്നുമാണ് സാന്ദ്ര സജുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഹെരിയോട്ട് വാട്ട് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയായിരുന്നു സാന്ദ്ര. നാട്ടിൽ എറണാകുളം പെരുമ്പാവൂർ സ്വദേശിനിയാണ്. വിദ്യാർത്ഥി വിസയിൽ കഴിഞ്ഞ വർഷമാണ് സാന്ദ്ര UK-യിലെത്തിയത്. ആഴ്ചകൾക്ക് മുൻപാണ് സാന്ദ്രയെ കാണാതായത്. ലിവിങ്സ്റ്റണിലെ ആൽമണ്ട് വെയിലിലെ അസ്ത സൂപ്പർമാർക്കറ്റിന് മുന്നിലെത്തിയ സാന്ദ്രയുടെ CCTV ദൃശ്യം നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. ഇതോടെ സാന്ദ്രയെ എത്രയും വേഗം കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അന്വേഷണ സംഘം. നിലവിൽ മരണത്തിൽ ദുരൂഹതയില്ലെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. എയർ പാസഞ്ചർ ഡ്യൂട്ടി വർധന. ഇന്ത്യയിലേക്കുൾപ്പെടെ ടിക്കറ്റ് എടുക്കുമ്പോൾ 100 പൗണ്ടിൽ കൂടുതൽ നൽകണം. രാജ്യത്തിന്റെ ധനകാര്യ സ്ഥിതി മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ചാൻസലർ റേച്ചൽ റീവ്സിന്റെ ബജറ്റുണ്ടാക്കിയ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരുന്നു. നാഷണൽ ഇൻഷുറൻസ് വർധനയുടെ ആഘാതം അനുഭവിച്ച ബിസിനസ്സുകൾ നെഗറ്റീവായി പ്രതികരിച്ചതോടെ സാമ്പത്തിക വളർച്ചയെ മുരടിക്കുകയാണ്. തൊഴിലും കുറഞ്ഞു. ഇതിനു പുറമെയാണ് എയർ പാസഞ്ചർ ഡ്യൂട്ടിയിൽ നടത്തിയ വർധനയുടെ ആഘാതവും വ്യക്തമാക്കുന്നത്. ഹോളിഡേ ടാക്സ് എന്ന് വിളിക്കപ്പെടുന്ന ഈ നികുതി വർധനവുകൾ മിക്ക വിമാനയാത്രകൾക്കും 15% വർധനവ് സമ്മാനിക്കുമെന്നാണ് കണക്കുകൾ. നിലവിൽ 2.6% മാത്രമുള്ള പണപ്പെരുപ്പത്തിന്റെ 5 ഇരട്ടി വർധനവാണ് ഇതിലൂടെ നേരിടുക. ടാക്സ് പേയേഴ്സ് അലയൻസ് നടത്തിയ പഠനത്തിൽ 2026 ഏപ്രിൽ ആകുന്നതോടെ റീവ്സിന്റെ APD നിരക്ക് വർധന കൂടി ചേരുമ്പോൾ 111% വർധന നേരിടുമെന്നാണ് കണക്കുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നികുതി ചുമത്താൻ തുടങ്ങിയ 1994 മുതലുള്ള വ്യത്യാസമാണിത്. അതേസമയം ഇതേ സമയത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഹ്രസ്വ യാത്രകൾക്ക് നിരക്ക് 200% വർദ്ധിച്ചുവെന്നാണ് കണക്ക്. നിലവിൽ 2000 മൈൽ വരെ യാത്രകൾ ഇക്കണോമിയിൽ 13 പൗണ്ടാണ് നികുതി. 5000 മൈൽ വരെ 88 പൗണ്ടും അൾട്രാ ദീർഘയാത്രകൾക്ക് 92 പൗണ്ടുമാണ് നികുതി. ഈ നിരക്കിലാണ് 15%-ലേറെ വർധന വരുന്നത്. ഇന്ത്യയിലേക്കുള്ള യാത്രകൾക്ക് ഒരു വ്യക്തിക്ക് 102 പൗണ്ട് വരെയാണ് നിരക്ക് ഉയരുക. ഇതോടെ കുടുംബവുമായി സഞ്ചരിച്ചാൽ വ്യത്യാസം വളരെ വലുതായിരിക്കും. കനത്ത മൂടൽമഞ്ഞ് UK വിമാനത്താവളങ്ങളിലെ വിമാന സർവീസുകളെ തടസ്സപ്പെടുത്തുന്നു. മൂടൽമഞ്ഞ് ശക്തമായതോടെ നൂറുകണക്കിന് വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമായതോടെ വ്യോമ ഗതാഗതത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗാറ്റ്വിക് വിമാനത്താവളത്തിലും മാഞ്ചസ്റ്ററിലും മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ അവതാളത്തിലായി. ഹീത്രൂവിൽ നിന്നു മാത്രം 40ഓളം വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ലണ്ടൻ ഗാറ്റ്വിക്ക് അസൗകര്യത്തിൽ ക്ഷമ ചോദിച്ചു. ഞായറാഴ്ച ശക്തമായ കാറ്റുണ്ടാകുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.